പുസ്തകം വായിക്കുമ്പോൾ ഒരു കഥ വായിക്കുമ്പോൾ അതൊരു സന്തോഷം ഉണ്ടാവും. ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ സന്തോഷം നമുക്ക് അല്ലേ? കഥ വായിക്കാറുണ്ട്, കവിത വായിക്കാറുണ്ട്, കഥയും കവിതയൊക്കെ വായിക്കുന്നില്ല, കഥയും കവിതയൊക്കെ വായിക്കും. നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാണ്. ആ സന്തോഷം ഉണ്ടല്ലോ, അതിനും വലിയ സന്തോഷം ഉണ്ടാകുന്നു. ജീവിച്ചപ്പോൾ കഥ കൊണ്ട് നമ്മുടെ മനസ്സിൽ മാറ്റം. അതാണ് കഥ. നമ്മള് ഇപ്പോൾ വായിക്കുന്നില്ലെങ്കിലും പുസ്തകങ്ങൾ, നല്ല പുസ്തകങ്ങൾ വായിക്കുക. എം.ടിയുടെ കഥകൾ വായിക്കുക, തകഴിയുടെ കഥകൾ വായിക്കുക, ബഷീറിന്റെ കഥകൾ വായിക്കുക. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വരാൻ പോവുകയാണെന്ന് ജൂലൈ 5-ാം തീയതി അല്ലേ? ബഷീറിന്റെ കഥകളൊക്കെ അത് ബഷീറിന്റെ കഥകൾ നിങ്ങൾക്ക് പറ്റിയ കഥകളുണ്ട്. ആ കഥകൾ ഇപ്പോ അമ്മ എന്നൊരു കഥയുണ്ട് ബഷീർ. അതിലൊന്നുമില്ല, അതിന് വലിയ സംഭവമൊന്നുമില്ല. ബഷീറിന്റെ നാട് വിട്ടു പോയാണ്. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ക്ലാസ്സിൽ പഠിത്തമൊക്കെ നിർത്തി ട്രെയിൻ കയറിയാണ് പോയി കോഴിക്കോട്ടേക്ക്. ബഷീർ നാട് വൈക്കത്താണ്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? അതിന് പൈസ ഒന്നുമില്ല. അവിടെ ചെന്നിട്ട് എന്തിനാ പോയതറിയും? എന്തിനാ പോയത്? പഠിക്കാനൊന്നല്ല, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പോയി. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് ഓഫീസിലെത്തി. മറ്റേ അവിടെ കുറേ നേതാക്കളൊന്നല്ല, പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. എങ്ങനെ അമ്മയ്ക്ക് ബഷീറിനൊന്നും കാണുന്നാകും. അമ്മ എങ്ങനെയോ അഡ്രസ്സ് ഇവനെ തേടി പിടിച്ച് അമ്മയ്ക്ക് ഒരു അഡ്രസ്സ് ഇട്ട് ഒരു കത്തെഴുതി, മോനെ നീ എത്ര നാളായി നിന്നെ ഞാൻ കണ്ടിട്ട്, നീ വീട്ടിലേക്ക് വരണം എന്നൊക്കെ കത്തെഴുതി. ആ കത്തെഴുതിയപ്പോൾ ബഷീർ ഉമ്മയെന്ന് കാണുമ്പോൾ തിരിച്ചു രാത്രിയെ വന്നു. രാത്രി തലയോലപ്പറമ്പ് എന്നുള്ള സ്ഥലത്താണ് ബഷീറിന്റെ വീട്. അത് വൈക്കത്തുനിന്ന് കുറേ പോകണം, കുറച്ച് നടക്കണം. വൈക്കം വരെ വാഹനത്തിലൊക്കെ വന്നു. അവിടുന്ന് രാത്രി നടന്ന് ഏതാണ്ട് 12 മണി അർദ്ധരാത്രിയിലാണ് വീട്ടിലെത്തിയത്. എത്തിയപ്പോൾ വാതിലത്തിൽ മുക്കി വീട്ടിൽ. അന്ന് ഇലക്ട്രിക് ലൈറ്റൊന്നുമില്ല, കരണ്ടൊന്നുമില്ല. അപ്പോൾ വാതിലത്തിൽ മുക്കി വാതിൽ വന്നു. ഉമ്മ ഒരു ചെറിയ മൂട്ടവിടുന്ന് മണ്ണെണ്ണ വിളക്കും കയ്യിൽ പിടിച്ച് വാതിൽ വന്നപ്പോൾ മോനാണ്. സന്തോഷമായി. അപ്പോൾ മോനകത്തേക്ക് കൊണ്ടുപോയി. ആദ്യം മോനോട് ചോദിച്ചു, ബഷീറിനോട് ഉമ്മ ചോദിച്ച ചോദ്യം എന്താ പറയുക? നീ വല്ലതും കഴിച്ചോ മോനെ? നീ വല്ലതും കഴിച്ചോ? ഭക്ഷണം വല്ലതും കഴിച്ചോ എന്ന് ഉമ്മ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്നും കഴിച്ചില്ല ഉമ്മ. അപ്പോൾ വേഗം കൈയും കാലവും കഴുകിയിട്ട് ഇരിക്കുക എന്നുള്ള ബഷീറിൻ്റെ ഒരു വലകെടുത്ത് ഡൈനിങ് ടേബിളൊന്നുമില്ല അങ്ങനത്തെ കാലത്ത്. ആ കാലത്ത് അവിടെ നിലത്തിരുന്നു. ഉമ്മ ഒരു പിഞ്ഞാണം ഞാൻ പാത്രം പണ്ടൊക്കെ പിഞ്ഞാണ, ഇപ്പോഴത്തെ പ്ലേറ്റ് ഒന്നല്ല, പിഞ്ഞാണത്തിൽ ഭക്ഷണമൊക്കെ വിളമ്പി ബഷീറിൻ്റെ മുമ്പിൽ അവിടെ കൊണ്ടുവച്ചു. ബഷീറിനോട് കഴിക്കാൻ പറ്റും. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുക. ബഷീർ എന്നോട് ചോദിച്ചു, ഉമ്മ ഞാൻ ഇന്ന് വരും ഉമ്മയ്ക്ക് അറിയാമായിരുന്നു. കാലായി പോയിട്ട് ബഷീർ വരും ഉമ്മയ്ക്ക് ഒരു പ്രതീക്ഷയില്ലല്ലോ. ഞാൻ ഇന്ന് വരും ഉമ്മയ്ക്ക് അറിയായിരുന്നു. ഉമ്മ പറഞ്ഞത്, മോനെ നീ ഓരോ ദിവസവും വരുമെന്ന് വിചാരിച്ച് ഉമ്മ നിനക്ക് വേണ്ടി പാത്രത്തിൽ ഭക്ഷണവും കരുതിയിരിക്കുകയാണ്. ഇന്ന് വരും നാളെ വരും എഴുതി എല്ലാ ദിവസവും ബഷീറിന് വേണ്ടി ഉമ്മ പാത്രത്തിൽ ഭക്ഷണം തയ്യാറാക്കി കാത്തിരിക്കുകയാണ്. ഇത്രയാക്കാം അത് മതിയല്ലോ. ആർക്ക് അങ്ങനെ കഴിയുള്ളൂ? മകന് വേണ്ടി ആരങ്ങനെ കാത്തിരിക്കുക? അമ്മ. അതാണ് അമ്മ. ഇന്നത്തെ ആൾക്ക് ഇത് എഴുതിയത് കോട്ടയ്ക്ക് വെച്ചിട്ടാണ്. മഹാഭാരതം എഴുതിയ ഭാരതം എഴുതിയതല്ല, ഇത് മഹാഭാരതം സംസ്കൃതത്തിൽ വ്യാസൻ എഴുതിയതാണ്. അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഈ ഭാഷാഭാരതം എന്ന പേരിൽ മലയാളത്തിലേക്ക്, ഇത് സംസ്കൃതം മലയാളത്തിലേക്ക് ആക്കിയത് കോട്ടയ്ക്കിൽ വെച്ചിട്ടാണ്. കുട്ടൻ തമ്പുരാന്ന് പറയും. കോട്ടയ്ക്കിൽ വെച്ചാണിത്. കോട്ടയ്ക്കിൽ കോവിലകല്ലേ, ആ കോവിലകത്ത്
ഒരു മുറിയിൽ ഇരുന്നിട്ടാണ് 3 കൊല്ലം കൊണ്ടാണിത് ഇങ്ങനെ മലയാളത്തിലേക്ക് മാറ്റിയത്. ഇതാണ് ഖുർആൻ. കണ്ട, ഇതാണ് ഖുർആൻ. നമുക്ക് ഈ പോയാൽ കിട്ടില്ല. ചില പുസ്തകങ്ങളൊക്കെ നമ്മളിങ്ങനെ അപൂർവമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടാനില്ല. നമുക്ക് ഓരോ പുസ്തകങ്ങളൊക്കെ രാത്രി വണ്ടികളുടെ ശബ്ദം, രാത്രി വണ്ടികളുടെ ശബ്ദം. പ്രയാണ്ട് ചേച്ചി എഴുതിയ പ്രയാണ്ട് ചേച്ചി നിങ്ങളെ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. ഈ പ്രാർത്ഥന നിങ്ങളുടെ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്.